നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് FC ബാഴ്സലോണയ്ക്കെതിരെ കളിക്കുകയാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട്. രാത്രി ഇന്ത്യൻ സമയം 12:30 FC ബാഴ്സലോണയുടെ മൈതാനത്താണ് കളി നടക്കുന്നത്. മികച്ചൊരു തീ പറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റണ്ണേഴ്സപ്പ് ആയിട്ടുള്ള ടീമാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട്. പക്ഷേ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിൽ അവർ വല്ലാതെ ഉലയുകയുമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ രണ്ട് ടീമിൻ്റെ കോച്ചുമാരും പറഞ്ഞ കാര്യങ്ങളും ഇരു ടീമിൻ്റെയും ഹെഡ് ടു ഹെഡ് കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഹൻസി ഫ്ലിക്ക് പറയുന്നു ഡോട്ട്മുണ്ട് വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ടീമാണ്, അവർ വളരെ മികച്ച അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നവരാണ്, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോമിലാണ് കളിക്കുന്നത് എന്നുള്ളതൊരു ഗുണകരവുമാണ്. ഏതായാലും ഒട്ടും എളുപ്പമായിരിക്കില്ല ഈ ഒരു മത്സരം എന്നെനിക്ക് ഉറപ്പുണ്ട്. അവർ മികച്ച ടീമാണ്. നിക്കോ നല്ല രൂപത്തിലുള്ളൊരു ടീമിനെ, ഒരു ലൈനപ്പിനെ ഫീൽഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർ വളരെ സ്ട്രോങ് ആണ് ഡിഫെൻസീവിൽ, അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും. പക്ഷേ അവരുടെ ഇഞ്ചോർഡ് പ്ലെയേഴ്സ്, അവർക്ക് ഞാൻ എല്ലാ ഭാവുകങ്ങളും പെട്ടെന്ന് തിരികെ വരാൻ കഴിയട്ടെ എന്ന തരത്തിൽ ആശംസിക്കുന്നു. അവർ വളരെ മികച്ച താരങ്ങളാണ്, പക്ഷേ ഇഞ്ചുറീസിൻ്റെ കാര്യത്തിൽ അതൊരു ഷെയ്മാണ്. എങ്കിലും ആ ഏരിയയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ അവരുടെ ടീമിലുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. അതേസമയം ഈ മത്സരത്തെക്കുറിച്ച് നിക്കോ കൊവാച്ച് പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ബാഴ്സലോണ ഈ മത്സരത്തിലെ ഫേവറേറ്റുകൾ തന്നെയാണ്. പക്ഷേ ഡോട്ട്മുണ്ട് കഴിഞ്ഞ ഫൈനൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. എന്തും പോസിബിളാണ്. ഞങ്ങൾ ബിറ്റ് ഓഫ് അണ്ടർ ഡോഗ് എന്ന രൂപത്തിലാണ് ഞങ്ങളുടെ ടീമുള്ളത്. പക്ഷെ അതുകൊണ്ട് ബാഴ്സലോണയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫേവർ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതായത് രണ്ട് കോച്ചുമാരും മികച്ച പോരാട്ടം പുറത്തെടുക്കുമെന്ന് തന്നെ പറയുന്നു. രണ്ട് ടീമിൻ്റെയും ഫോം ഗൈഡ് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ മിന്നും ഫോമിലാണ്. ഇപ്പോൾ 2025 അവർ തോറ്റിട്ടേയില്ല. അവസാനമായി കളിച്ച 5 കളികളെടുത്ത 4 വിജയവും ഒരു സമനിലയുമാണ്. ഡോട്ട്മുണ്ട് അവസാനം കളിച്ച 5 കളികളിൽ 3 വിജയവും 2 സമനിലകളുമാണ്. ഇനി പരസ്പരം ഏറ്റുമുട്ടിയതിൻ്റെ കണക്കെടുത്താലോ അവിടെയും ബാഴ്സയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. ഇരു ടീമുകളും തമ്മിൽ 3 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2 വിജയം അവർ നേടി. ഒരു കളി സമനിലയായി. ഡോട്ട്മുണ്ട് വിജയിച്ചിട്ടേയില്ല. ഡോട്ട്മുണ്ടിൻ്റെ വലയിലേക്ക് ബാഴ്സലോണ 6 ഗോളുകൾ അടിച്ചപ്പോൾ തിരികെ ഡോട്ട്മുണ്ട് 3 ഗോളുകളാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 തീ പറക്കുന്ന പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.